ഇതിൽ ഡ്രൈ ആയി ഉണങ്ങി കഴിഞ്ഞാൽ ആ അപ്പി തന്നെ ഇവർ ഭക്ഷിക്കും. ഇതിവിടെ ചില നേരത്തെ ചില വൃത്തിയുടെ സ്വഭാവം ഇവർക്കുണ്ട്. നല്ല ആഹാരം കഴിക്കും, പിന്നെ ഇവർ തൂറിയിട്ട ആഹാരമില്ലേ അത് നല്ല രീതിയിൽ ഡ്രൈ ആയി ഉണങ്ങി കഴിഞ്ഞിട്ട് ഇവരെന്ത് ചെയ്യും, ഇവരത് തന്നെ വീണ്ടും കഴിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് അറിയുന്നില്ല ഗൈസ്. ഇവർക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. സ്വന്തം അപ്പിയെടുത്തിട്ട് കഴിക്കുക. അത് അപ്പിയിട്ടിട്ട് അത് നല്ല രീതിയിൽ ഡ്രൈ ആയി കഴിഞ്ഞാൽ അത് വീണ്ടും അത് എടുത്ത് കഴിക്കും. ഇവർക്ക് അറിയില്ലല്ലോ ഇവരുടെ സ്വന്തം അപ്പി തന്നെയാണെന്ന്. പിന്നെ അല്ലാത്തതും കഴിക്കും കേട്ടോ. ഇവരുടേതായിട്ടുള്ള ഫുഡ് ഞങ്ങൾ മേടിച്ച് വെച്ചിട്ടുണ്ട്. അത് പാക്കറ്റ്. അപ്പോൾ അത് പൊട്ടിച്ചിട്ട് അത് പാത്രത്തിലാക്കിയിട്ട് ആ പാത്രത്തിൽ നിന്ന് ഞങ്ങൾ ദിവസം ഈ വീടിൻ്റെ പുറത്തേക്ക് വന്നിട്ട് എന്ത് ചെയ്യും, ചിതറിച്ച് കൊടുക്കും. അങ്ങനെ ചിതറിച്ച് കൊടുത്തു കഴിഞ്ഞാൽ കടയിൽ നിന്നും മോചനം കിട്ടും. അല്ലാണ്ട് കൂട്ടത്തിലായിട്ട് സ്ഥലത്ത് ഇങ്ങനെ കൂട്ടി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ മറ്റുള്ളവരെ ആക്രമിക്കും. അപ്പോൾ ആക്രമിക്കാണ്ടിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, തീറ്റ ഒരു സ്ഥലത്ത് ചിതറിച്ച് കൊടുക്കുക. അങ്ങനെ ചിതറിച്ച് കഴിഞ്ഞാൽ ഇവർക്ക് മറ്റുള്ളവരെ ദ്രോഹിക്കാനോ ആക്രമിക്കാനോ സാധിക്കില്ല. ഇവർ സിമ്പിളായിട്ട് നല്ല രീതിയിൽ ആസ്വദിച്ച് കഴിക്കും. Bye. വീണ്ടും ഭക്ഷിക്കാനായിട്ട് കൊടുക്കാം. വീണ്ടും ഭക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. വീണ്ടും ഞങ്ങൾ തീറ്റ പുറത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചിതറിച്ച് കൊടുക്കണം.